മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സിസ്റ്ററെ സ്വാഗതം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം എളമക്കര തെരേസാസ് മെനിലിക് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ് മെൻറ്ററായിട്ടുള്ള ടിൻഡു സോണി മാമും കൂടിയുണ്ട്. മാമിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി രണ്ടുപേർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഉറക്കവും മാനസികാരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നും ആ ചർച്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സിസ്റ്ററെ, ഉറക്കത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉറക്കം ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രശ്നമല്ലേ ഉറക്ക കൂടുതലും? അത് നമുക്ക് എത്രമാത്രം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്? അതിനെക്കുറിച്ചൊന്ന് ശരിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഇൻസോംനിയയെ കുറിച്ചായിരുന്നു. അതായത് ഉറക്കക്കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചായിരുന്നു. ഇതുപോലെ തന്നെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഉറക്ക കൂടുതൽ. കാരണം നമ്മുടെ അടുക്കൽ പലപ്പോഴും ക്ലയൻസ് വരുന്നതും ഇനി കാഷ്വലായിട്ട് ചിലരൊക്കെ നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സിസ്റ്റർ ഇങ്ങനെ ഉറക്ക കൂടുതലാണ്. ചിലപ്പോഴൊക്കെ ചിലർ അതിനെ ഒരു അതിഭീകരമായ ഒരു അവസ്ഥയിൽ കാണുന്നവരുണ്ട്, ചിലർ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നതുമുണ്ട്. പക്ഷേ മടി പിടിച്ച് കിടന്നുറങ്ങുന്നു എന്നൊരു കൊളോക്കിയൽ ഒരു ലാംഗ്വേജും അതിനുണ്ട്. സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇതിനെ ഞാൻ പറയുന്നത് അതിൻ്റെ കാര്യ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഇതിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം മാനസിക സമ്മർദ്ദവും അല്ലെങ്കിൽ മാനസിക ആരോഗ്യവുമായിട്ട് ഇത് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്ന ഒരു ഡിസോർഡറിനെയും നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ലീപ്പ് ഡിസോർഡറിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ടൈറ്റിൽസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതിൽ ഹൈപ്പർ സോംനലൻസ് എന്നാണ് ഇതിനെ പറയുന്നത്, ഉറക്ക കൂടുതൽ. ഈ ഉറക്ക കൂടുതൽ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് നാർക്കോലെപ്സി എന്ന് പറയും. അതായത് നമ്മൾ എവേക്കായിട്ട് ഒരു പകൽ സമയത്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ സ്ലീപ്പിലേക്ക് പോകുന്നു നമ്മൾ. അപ്പം അതായത് നമ്മൾ ഉറക്കത്തിലേക്ക് ചാഞ്ഞു പോകുവാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്കൊരു കേസ് കിട്ടിയപ്പോഴത്തേക്കും അവർ പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്ററെ ഈ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്, ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. വിളിച്ചിട്ട് പെട്ടെന്ന് അയ്യോ ഞാൻ ഉറങ്ങിപ്പോയോ എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നത്. അപ്പോൾ ഈ നാർക്കോലെപ്സി എന്ന് നമ്മൾ അതിനെ പറയും. പെട്ടെന്ന് അതിലേക്ക് പോകുന്ന ഒരവസ്ഥ. അപ്പം ഈ ഉറക്ക കൂടുതൽ എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്തൊരു ഫിസിയോളജിക്കൽ കണ്ടീഷനും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചിലരെ സംബന്ധിച്ചിടത്തോളം അമിതമായ ജോലി ഭാരം, അമിതമായിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിരുന്നു, ശരിക്കുള്ളൊരു ഒരു സ്ലീപ്പ് ഹൈജീൻ ഇല്ലാത്തൊരവസ്ഥ. അതായത് ഉറങ്ങേണ്ട സമയത്ത് ആ ക്വാളിറ്റി മേന്മയേറിയ ഉറക്കമില്ലാത്തൊരവസ്ഥ. ഇതൊക്കെ വരുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതുപോലെ ചില മെഡിസിൻസ് കഴിക്കുമ്പോഴത്തേക്ക്, ചില മെഡിസിൻസ് പ്രത്യേകിച്ച് സൈക്കാട്രി മെഡിസിൻസ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ന്യൂറോൺ എൻഹാൻസ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ തൈറോയിഡ് പോലുള്ള രോഗങ്ങളുടെ ഉണ്ട്. അപ്പോൾ ഈ രോഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു തൈറോയിഡിൻ്റെ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ പറയാറുണ്ട്. കാരണം ഉറക്ക കൂടുതലാണ്, എപ്പോഴും ഒരു അലസതയാണ്, ഉറങ്ങിപ്പോകുന്നതാണ്, ക്ഷീണം കൂടുതലാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കമില്ലായ്മയെ കാണുന്ന അത്ര പ്രാധാന്യത്തോടു കൂടി ഉറക്ക കൂടുതലിനെ പലരും കാണുന്നില്ല. അത് മടി, അലസത എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ക്ലിനിക്കുകളിൽ കാണുന്ന കേസസ്, നമ്മളിപ്പോൾ ഉറക്ക കൂടുതലാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയും ഒരു ഫിസിയോളജിക്കൽ കൺസൾട്ടേഷൻ വേണമെന്ന് പറയും, ഫിസിഷ്യൻ്റെ കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് വരാൻ പറയും. കാരണം ഒരു ഫിസിയോളജിക്കൽ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിലി റിലേറ്റഡ് ആയിട്ടുള്ള ശാരീരിക സംബന്ധിയായ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് അറിഞ്ഞിട്ട് വരാനാണ് നമ്മൾ ആദ്യമേ പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും പല പ്രശ്നങ്ങളും അതിൻ്റെ അറ്റ്മോസ്റ്റ് മാക്സിമം ലെവലിലായിരിക്കും നിൽക്കുന്നത്. മാം പറഞ്ഞ പോലെ തന്നെ ഉറക്ക കുറവ് വന്നു കഴിയുമ്പോഴത്തേക്ക് അവനോട് തന്നെ ഒരു അസ്വസ്ഥതയാണ്. ഈ ഉറക്ക കൂടുതൽ, ഇപ്പോൾ ഉറക്കം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടിയൊക്കെ താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം ഉറങ്ങുന്നു, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലൂടെ പ്രശ്നം വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഈ ഒരു ഉറക്ക കൂടുതൽ വരുന്നു. അതായത് എത്രമാത്രം ഉറങ്ങിയാലും ഉറക്കച്ചടവോടെ അല്ലാതെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതൊരു ഉഷാറായിട്ട് മനസ്സിനെയോ
ശരീരത്തെയോ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഡെയിലി സാധിക്കുന്നില്ല. ആക്ടിവിറ്റീസിലൊക്കെ ആ ഒരു ക്ഷീണം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അത് പഠനത്തെ ബാധിക്കാം, ജോലിയെ ബാധിക്കാം, റിലേഷൻഷിപ്പുകളെ ബാധിക്കാം. കാരണം ചില കപ്പിൾ തെറാപ്പിയിലൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഭർത്താവിന്റെ അമിതമായ ഉറക്കം അല്ലെ ഭാര്യയുടെ അമിതമായ ഉറക്കം ഒരു കുടുംബജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കാരണം ഉറക്ക കൂടുതൽ. ഇനി ഈ ഉറക്ക കൂടുതൽ വരുമ്പോഴത്തേക്കും ചില അപകടങ്ങൾ പോലും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ചില ആക്സിഡന്റുകളുടെ ഒക്കെ കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും പറയാറുണ്ട്, വേറെ ഒരു പ്രശ്നങ്ങളും അവിടെ കാണാനായിട്ട് ചാൻസ് ഇല്ല, പക്ഷെ ഉറങ്ങിപ്പോയതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോഴായിരിക്കാം വീട്ടുകാർ പറയുന്നത് ശരിയാ, അവൾ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് ഉറങ്ങി പോകുന്നത് പോലെ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾക്ക് ഉറക്ക കൂടുതൽ വന്നു ഒരു ദിവസം ഇരുന്ന് ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഡിസോർഡർ എന്ന് പറയാൻ പാടില്ല. കാരണം ഇതിന് ശരിക്കുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളൊരു ആഴ്ചയിൽ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇതുപോലെ പല പ്രാവശ്യം എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ ഈ ഡേ ടൈമിൽ നമ്മുടെ ഈ പകൽ സമയത്ത് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകുന്നു, അതും ആഴമായ ഗാഠമായ ഒരു ഉറക്കത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു 3 times a week വരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം വരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇതിനെ സ്ലീപ്പ് ഡിസോർഡറിൽ പെടുത്തുന്നത്. അല്ലാത്തതൊക്കെ നമ്മൾ ചിലപ്പം വളരെ സാന്ദർഭികമായിട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഈ കൗമാര പ്രായക്കാരിലൊക്കെ ആണെങ്കിലും ഇതുപോലെ സ്ലീപ്പ് കൂടുതലായിട്ട് അവർക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഒത്തിരി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളും ഒറ്റപ്പെട്ട് ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുക, ഉറക്കം കൊണ്ട് അതിനെ തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചില സമയത്ത് ഈ ഡിപ്രഷൻ ആൻസൈറ്റി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർ ശരിക്കും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്. നമ്മള് ഈ സൈക്കാട്രി പ്രോബ്ലംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, അതായത് ഉറങ്ങി അതൊരു കോപ്പിംഗ് സ്റ്റൈലാക്കുന്നു. അതായത് അവരുടെ സ്ട്രെസ്സിനെ, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പം നമുക്കൊരു കേസ് കിട്ടിയപ്പോഴത്തേക്കും ഇതുപോലെയാണ്, കുട്ടിക്ക് ഫൈനൽ എക്സാം നടക്കാൻ പോവുകയാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, പ്രീവിയസ് അക്കാഡമിക്കൽ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ റിസൾട്ടൊക്കെ നോക്കുമ്പോഴും നല്ല രീതിയിൽ കുട്ടിക്ക് റിസൾട്ടൊക്കെ ഉണ്ട്. പക്ഷേ പരീക്ഷയുടെ തലേ ദിവസം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കുഴഞ്ഞു വീണു പോകുന്ന പോലത്തെ ഉറക്കമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത് തന്നെ. കാരണം കുഴഞ്ഞു പോകുന്നു, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. അപ്പൊ അതൊരു മെക്കാനിസം കൂടിയാണ്, ഒരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ്. അതൊരു പ്യുവർലി സൈക്കോളജിക്കൽ ഏരിയയിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. കാരണം ഒരു സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആയിട്ടാണ് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഉറക്ക കൂടുതലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമ്മളൊരു ക്ലിനിക്കിലേക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരാൾ കാഷ്വലായിട്ട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് അവർക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടോ. ഇപ്പോൾ ക്രോണിക് പെയിൻ, അതായത് കുറേ നാൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ശാരീരിക വേദനകൾ ഉള്ളവർക്ക് ഇതേപോലെ ഉറക്ക കൂടുതൽ അല്ലെങ്കിൽ ഉറക്കക്കുറവുകൾ സംഭവിക്കാനുള്ളൊരു കാരണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോർമോണൽ വ്യതിയാനങ്ങൾ, ചേഞ്ചസ്, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളിൽ കാണാറുണ്ട്. നമ്മളൊരു ആർത്തവകാല വിരാമത്തിലേക്കൊക്കെ, പ്രത്യേകിച്ച് മെനോപ്പസ്, ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇതൊരു ക്ഷീണവും ഉറക്കവും കൂടുതലായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ തൈറോയ്ഡ് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത് നോക്കേണ്ടത് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ശാരീരിക പ്രശ്നങ്ങൾ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉടനെ ഞാൻ പറയാവുന്ന ഒരു ഫിസിഷ്യനെ സമീപിക്കുക. ഫിസിഷ്യൻ ഇപ്പൊ നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റുകളിലൂടെ അല്ലെ മറ്റു പല അസസ്മെന്റ് മാർഗങ്ങളുണ്ട്. മെഡിക്കലി അതിനെ ഒന്ന് അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെഡിക്കലി അസസ് ചെയ്ത് കഴിയുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമ്മളതിനെ ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷനിലേക്ക് നമ്മൾ കടത്താനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് പോകാനായിട്ട് നോക്കുന്നത്.
അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ് റിലേറ്റഡ് ജീവിത സമ്മർദ്ദങ്ങൾ എത്രമാത്രമാണ്. അപ്പോൾ ജീവിത സമ്മർദ്ദങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്, അവർക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അധികം ജോലിയൊന്നുമില്ല. ഇപ്പൊ ചില ക്ലയൻസ് നമ്മുടെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് പറയും, ഒരു പ്രാവശ്യം ഒരു കപ്പിൾ വന്നപ്പോഴത്തേക്കും വൈഫിന് ഭയങ്കര ഉറക്കമാണ്, അപ്പൊ അതാണ് കംപ്ലൈന്റ്. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു പറഞ്ഞു അവൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല സിസ്റ്ററെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നത്, പുള്ളി PhD ചെയ്യുന്നതാ. അപ്പൊ കുറെ വായിക്കാനുണ്ട്, വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു അത്ര വലിയ ജോലിയാണോ, ഒക്കെ വീട്ടിൽ നിന്ന് പുറത്ത് പോകണ്ട, രാവിലെ തന്നെ സിസ്റ്റത്തിന്റെ മുൻപിലേക്ക് പോയിരിക്കുന്നു, അവൾ എന്തൊക്കെയോ എഴുതുന്നു വായിക്കുന്നു, ഇതൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറയും. പക്ഷെ അതിന് കൊടുക്കേണ്ട ഒരു മെന്റൽ സ്ട്രെയിൻ അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഒരു വ്യക്തിയുടെ മെന്റൽ സ്ട്രെയിൻ എത്രയാണ്. ഇനി ഈ മെന്റൽ സ്ട്രെയിന് അനുസരിച്ച് ആനുപാതികമായിട്ട് ഇയാൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടോ? കാരണം ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഒരു യന്ത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും അത് യന്ത്രം ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫങ്ഷൻ പ്രശ്നം വരും. അപ്പം ഇതേപോലെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊന്ന് റിപ്പയർ ചെയ്യാനായിട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നുണ്ടോ? അപ്പം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായി. ഇനി അടുത്തത് ചില റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഉറക്കത്തിന്റെ കുറവിലേക്കും കൂടുതലേക്കും നയിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കണം ആരെങ്കിലുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, കുടുംബത്തിലായിരിക്കാം. അപ്പൊ അവരുടെ ജീവിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇവരുടെ ആങ്സൈറ്റി ലെവൽ എന്താണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ട്രേറ്റ് ആങ്സൈറ്റി ഉണ്ട്. ട്രേറ്റ് ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആയിട്ട് തന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര ആൻഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആങ്സൈറ്റി ലെവൽ എന്താണ്? വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളാണോ? അപ്പോൾ ഈ ട്രേറ്റ് ആങ്സൈറ്റി നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് ആങ്സൈറ്റി നമ്മൾ നോക്കും. അതായത് ജനറ്റിക് ആയിട്ട് തന്നെ ആങ്സൈറ്റി ഉണ്ട്, ഉത്കണ്ഠയുണ്ട്, അതോടൊപ്പം അഡീഷണലി വേറൊരു ആങ്സൈറ്റിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻസ് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ട്രാവലിംഗ് കാര്യങ്ങളൊക്കെയാണോ? അപ്പോൾ നമ്മൾ ഈ ഫിസിയോളജിക്കൽ കാര്യങ്ങൾ കണ്ടു, അവരുടെ ഒരു സാഹചര്യം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടു. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാബിറ്റ്, ശീലങ്ങൾ. എപ്പോ കിടക്കുന്നു, എപ്പോ ഉറങ്ങുന്നു, എന്താണ് ചെയ്യുന്നത്, ഭക്ഷണം ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എക്സസൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഡയറ്റും എക്സസൈസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഒരു ദൈനംദിന ജീവിതത്തിലെ റൊട്ടീൻ എന്താണ്? അപ്പൊ ഈ റൊട്ടീനില്ലാത്തതാണെങ്കിൽ തന്നെയും റിലാക്സേഷന് വേണ്ടി ഇപ്പം ചിലർക്കൊക്കെ ഈ നേരത്തെ സിസ്റ്റർ പോലെ ഹാബിറ്റിനെ പറ്റി പറഞ്ഞ ഇപ്പം ചിലർക്ക് റീഡിങ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വർക്ക്, ഡാൻസ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഹാബിറ്റിൽ തന്നെ നമ്മൾ പറയുമ്പോഴത്തേക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഞാനത് കൂടുതൽ യങ് ജനറേഷനിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് സിസ്റ്റർ ഈ ഒരു ദിവസത്തിൽ 24 മണിക്കൂറില്ലേ, ആ ദിവസത്തിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങ് ഉറങ്ങിയാൽ പോരെ. ഒരു 2 മണിക്കൂർ രാവിലെ ഉറങ്ങി, ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ ഉറങ്ങി, വൈകുന്നേരം 2 മണിക്കൂർ ഉറങ്ങി, ഇങ്ങനെ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ല. കാരണം നമ്മൾ സയന്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ, ഒരു ശാസ്ത്രീയ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും സർക്കാഡിയൽ റിതം, അതായത് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ആ ഒരു ബയോളജിക്കൽ ക്ലോക്കിന് ഇത്ര സമയത്തേക്ക് ഇന്ന സ്റ്റേജുകളിലൂടെ ആ ഉറക്കം കടന്നു പോയിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായ ഒരു രീതിയിലുള്ളൊരു സ്ലീപ്പ് കിട്ടിയെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതിന് ഞാൻ സാധാരണ ചെറിയൊരു ഉദാഹരണം നമ്മൾ പറയും. നമ്മൾ പുട്ടിന് പൊടി കുഴച്ചിട്ട് നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഇട്ടു എന്ന് ഓർത്തിട്ട് പുട്ടാവണമെന്നില്ല. അതിന് വേണ്ട സമയം, അത് വേകാനുള്ള സമയത്ത് അത്രയും സ്റ്റീം നമുക്ക് ആവി കയറിക്കൊണ്ടിരിക്കണം. അത് വേകാനുള്ള അത്രയും സമയം എടുക്കണം. നമ്മൾ ഏത് കാര്യം ഓർത്തോ, പ്രകൃതിയിലെ കാര്യമായാലും നമ്മൾ ഇപ്പോൾ അടുക്കളയിലെ ഒരു കാര്യമായാലും ശരി, നമ്മൾ ഓർത്ത് നോക്കിക്കേ, എല്ലാത്തിനും ഒരു സമയപരിധിയുണ്ട്. അപ്പൊ നിശ്ചിത സമയത്തിനുള്ളിലേ അത് പാകമാകുള്ളൂ. സിസ്റ്റർ പറഞ്ഞ ഈ പോയിന്റിനകത്ത് നമ്മളിപ്പം തെറാപ്പിക്കൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആദ്യം അവരുടെ സ്ലീപ്പ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി എപ്പോഴാണ് അവർ എഴുന്നേക്കുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, എപ്പോഴാണ് ഉറക്കം സാധാരണമായിട്ട് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു കുറച്ച് നാളൊരു ആ ഒരു റുട്ടീൻ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും അങ്ങനെ ഒബ്സർവ് ചെയ്ത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് സിസ്റ്റർ പറഞ്ഞ പോലെ എന്താണ് നിങ്ങളുടെ താളം എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം
അവർ വന്നിട്ട് അവർക്ക് ഇത് ഉറക്ക കൂടുതലാണോ ഉറക്ക കുറവാണോ അങ്ങനെ ഒരു പ്രശ്നം പറയാറുണ്ട്, കൺഫ്യൂഷൻ പറയാറുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് ആവശ്യമായിട്ടുള്ള ഉറക്കം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എല്ലാവരുടെയും പോലെ ആയിരിക്കണമെന്നില്ല. യുണീക്കാണ്, അത് വ്യത്യസ്തമാണ് അത്. പിന്നെ ചിലർ വന്ന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, സിസ്റ്ററെ ഉറക്കത്തിൽ കിടന്ന് കരയുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പിച്ചും പേയും പറയുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ചിലർ ചോദിക്കും, സിസ്റ്ററെ ഇതെന്തെങ്കിലും ഒരു പൈശാചികതയുടെ ഒരു ഇതാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നൊരു നിലയിൽ ഞാൻ ഒരു സൈക്കോളജിക്കൽ വശം പറയുമ്പോൾ ഞാൻ പറയും, ഓക്കെ, നമുക്കതിനെ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു കാര്യമെന്ന് പറയാനില്ല. അവിടെ ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള കുറേ വൈബ്രേഷൻസ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പൊട്ടിത്തെറിക്കുന്നതാണ്. ഇപ്പം നമ്മൾ കിടക്കാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ ദിനചര്യ എടുക്കുമ്പോൾ സ്ട്രെസ്ഫുൾ ആണെന്ന് ഓർത്തോ, ഭയങ്കര പേടിപ്പിക്കും. പല കാര്യങ്ങളും അവരെ അതൊരു പോയിന്റ് ആണ് ശരിക്കും. കാരണം അതായത് ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ട്രോമ തൊട്ട്, അല്ലെങ്കിൽ ഇപ്പം ആരുടെയെങ്കിലും ഡെത്ത് സംഭവിച്ചു എന്ന് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ഡെത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ചില റിലേഷൻഷിപ്പ് ബ്രേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, ചിലപ്പം ചിലർക്ക് ചില ഗെയിമുകളിലുണ്ടായ വലിയ പരാജയമായിരിക്കാം, അല്ലെ അവർ നടത്തിക്കൊണ്ടിരുന്ന എന്തെങ്കിലും കരിയറിലുണ്ടായ വലിയ നഷ്ടമായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഏത് കാര്യങ്ങളും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ചിലപ്പോൾ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പോലും ഈ പറയുന്ന സ്വഭാവത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഉറക്കം എന്ന് പറയുന്നത് കോൺഷ്യസ് ലെവലില് നമ്മളെ ഒന്ന് ശാന്തമാക്കിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. റീപെയറിംഗ് നടക്കുന്ന ഒരു ആക്റ്റീവ് സാധനം അവിടെ നടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ഗ്ലാൻസിന്റെ ആ ആക്സിസിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അവിടെ വലിയൊരു കാര്യം നമ്മുടെ ബയോളജിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളും ഇതുപോലെ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുക, ദേഷ്യപ്പെടുക, വഴക്കുണ്ടാക്കുക, അല്ലെ പേടി തട്ടുക, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഒരുപാട് ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ കണ്ടാറുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ കുട്ടികളായാലും പറയാറുണ്ട്. ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അത് കൂടുതലും ഈ നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥകൾ, നമ്മുടെ ജീവിത അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അഷുറൻസ് കൊടുക്കുക. സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. അതായത് ഇപ്പം നിങ്ങൾ പറയുന്ന ഈ കംപ്ലൈന്റിന് പല ഡയമെൻഷൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഏതായിരിക്കാം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കാം കടന്നു പോകുന്നത്. അപ്പൊ അവരെ കൊണ്ട് തന്നെ നമ്മൾ അവരെ അനലൈസ് ചെയ്യിപ്പിക്കും. അവര് പറയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു വലിയൊരു വെളിപാടായി, ഇങ്ങനെയാണ് എന്റെ റുട്ടീൻ പോകുന്നത്, ദീസ് ആൻഡ് ദീസ് ആർ ദ കോസസ് എന്നുള്ളത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കത് സ്വയം ശരിക്കും എപ്പോഴും ഈ സ്ലീപ്പ് ഡിസോർഡർ ആയിട്ട് വരുമ്പോഴത്തേക്കും ഫിസിയോളജിക്കൽ റൂൾ ഔട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സൈക്കോളജിക്കൽ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറാപ്പി കാര്യങ്ങളിലേക്ക് കടക്കുന്നത് തന്നെ ഈ ഒരു സൈക്കോ എഡ്യൂക്കേഷനിലൂടെയാണ്. കൃത്യമായിട്ട് നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്തേ, എന്താ ചെയ്യുന്നത് നിങ്ങൾ. ഓക്കെ, അപ്പൊ ചിലരൊക്കെ പറയും, സിസ്റ്റർ കാര്യം ശരിയാണ്, നമുക്ക് ബോധമുണ്ട്, അല്ലെ ബോധ്യപ്പെട്ടു, ഞങ്ങൾ വേണ്ട രീതിയിൽ ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഈ ഉറങ്ങാനുള്ള ഇടം തിരഞ്ഞെടുക്കുന്നത്, എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങുക എന്നതിനേക്കാൾ സ്ലീപ്പ് ഹൈജീനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഉറങ്ങാനുള്ള ഇടം. അതായത് വളരെ നോയ്സി ആയിട്ടുള്ള, ഇപ്പൊ നേരത്തെ സിസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ അപ്പുറത്തും ഭയങ്കര വഴക്കിന്റെ ബഹളത്തിന്റെ ഒക്കെ ഒരു, അപ്പനും അമ്മയും ഭയങ്കര ബഹളത്തിന്റെ ഒക്കെ ആണെങ്കിൽ തന്നെയും കുട്ടിക്ക് ഇവിടെ ഉറങ്ങാൻ കിട്ടുന്നില്ല. അപ്പം ആ പറഞ്ഞ എൻവയോൺമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ യങ്സ്റ്റേഴ്സിനോട് പറയാറുണ്ട്, ഇവർ TV കണ്ട്, മൊബൈൽ കണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ മൂവി കണ്ട് അവിടെ തന്നെ വളഞ്ഞുകൂടി കിടന്ന് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങിക്കളയും. അപ്പൊ അതെല്ലാം ഇവർക്ക് സ്ലീപ്പിന്റെ പ്രോബ്ലം ഉണ്ടാക്കും. അതുപോലെ ഈ ഭക്ഷണവും വ്യായാമവും ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ചികിത്സാ രീതിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ ഇപ്പം ഓർത്ത് കാണും, ഓക്കെ, ഞങ്ങളുടെ സ്ലീപ്പിന്റെ പാറ്റേൺ എങ്ങനെയാണ്. ചിലർക്ക് ഇത് ബോധ്യം ഉണ്ടാവും, പക്ഷെ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ പലരും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രൊഫഷണൽസ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്ന കാര്യം, സിസ്റ്റർ ഇതൊക്കെ കറക്റ്റ് ആണ്, ഒരു 6 to 7 hours നല്ല സ്ലീപ്പ് കിട്ടണമെന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അത് ആഗ്രഹമുണ്ട്.
പക്ഷേ നമ്മുടെ ജോലി തിരക്ക് മൂലം ഇന്നത്തെ ഒരു തിരക്കേറിയ ജീവിത ശൈലിയിലേക്ക്, ഈ ജീവിത ശൈലി രോഗങ്ങളുടെ ഒരു മുഖ്യ പ്രശ്നവും ഈ സ്ലീപ്പ് തന്നെയാണ്, സ്ലീപ്പിന്റെ ഡിസോർഡർ തന്നെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിലേക്കും ഇവരെ കടത്തി വിടണം. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ജീവിത ശൈലി ഉണ്ടോ, എന്നിട്ട് നമ്മൾ ഇതിന് പറയേണ്ടത്. അപ്പം ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ജീവിത ശൈലിയെ ഒന്ന് ക്രമീകരിക്കുക, ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ ഒന്ന് ക്രമീകരിക്കുക, സ്വയം ഒരു അവയർനെസ്സിലേക്ക് കടക്കുക. പിന്നെ ചിലർക്ക് ഇത് ഭയങ്കരമായ സ്ട്രെസ് ഉണ്ടാക്കും. യോ, എനിക്ക് സ്ലീപ്പ് ഡിസോർഡർ ആണല്ലോ, ഇനി സ്ലീപ്പ് ഡിസോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഇൽനെസ്സിലേക്ക് വരുമോ ഇത്. അപ്പം നമ്മൾ അവരെ അഷ്വർ ചെയ്ത് ഓക്കെ നമുക്കിതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള അവർക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ടിങ് ഫാക്ടർ. ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ സാധാരണ കുഞ്ഞുങ്ങളെ ഉറക്കുന്നതിന് മുമ്പ് കുട്ടികളോട് പറയും പ്രാർത്ഥിച്ചിട്ട് കിടക്ക്, കുരിശ് വരച്ചിട്ട് കിടക്ക്, കാവൽ മാലാഖയെ വിളിച്ച് കിടക്ക്. അതൊരു വലിയ അഷ്വറൻസ് ആണ്. അത് മാത്രമല്ല, നമ്മളിപ്പം ഇപ്പം ഇങ്ങനെ ഭയമുണ്ട്, ആൻസൈറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പം സങ്കീർത്തനങ്ങൾ ചൊല്ലി കിടക്കുക. ഇപ്പം ചില സമയത്ത് നമ്മളുടെ CBT ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു ഹോട്ട് തോട്ടിനെ, അതായത് അവർക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു തോട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ ആ തോട്ടിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അവർക്ക് നമ്മളൊരു പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു തോട്ട് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ആ തോട്ടിനെ ശരിക്കും നമുക്ക് ഇതുപോലെ വേർഡ് ഓഫ് ഗോഡ് ഒക്കെ എടുത്ത്, ഇപ്പം നമ്മൾ സങ്കീർത്തനം 3:5 പറയുന്ന പോലെ, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ആ ഒരു അഷ്വറൻസോടുകൂടി, അതുപോലെ ധാരാളം വചനങ്ങൾ. അപ്പോൾ ആ വചനങ്ങൾ ചൊല്ലിക്കിടക്കുക, കുരിശ് വരച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വപ്നങ്ങളൊക്കെ കാണുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ 4 ചുറ്റും കുരിശ് വരയ്ക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്തതൊക്കെ ഞാനിപ്പോൾ. അല്ല, അത് കുട്ടികളിൽ വലിയൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് തന്നെയാണ്. ഞാൻ പലപ്പോഴും നമ്മൾ ഒരു സൈക്കോളജിക്കൽ സ്പിരിച്വൽ ഇൻറ്റിഗ്രേഷൻ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ചികിത്സകളെല്ലാം തന്നെ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു ചികിത്സാ വിധിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ ദിനചര്യകളുണ്ട്, അതോടൊപ്പം തന്നെ അവിടെ ഒരു ആത്മീയ സാന്നിധ്യം കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല സിസ്റ്റർ, ഇതിനകത്തൊരു ഇൻസെക്യൂർ ഒരു സംഭവം, ഫിയർ, ആൻസൈറ്റി, ഇൻസെക്യൂർ. ഇപ്പം ഞാൻ ആരാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനാണോ ഇല്ലയോ, സുരക്ഷിതയാണോ എന്നുള്ളൊരു കാര്യത്തിന് ഞാൻ റിപ്പീറ്റഡ്ലി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ ബ്രെയിനിൽ അത് നല്ലൊരു ന്യൂറൽ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാക്കുകയും അതൊരു സ്ട്രോങ്ങർ ആവുകയും അത് എനിക്ക് കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, ഇതിപ്പോൾ ഇതാണല്ലോ, ഞാൻ റിലാക്സ്ഡ് അല്ല, ഞാൻ പീസ്ഫുൾ അല്ല, എനിക്കൊരു ഇൻസെക്യൂർ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്നെ കുറച്ചും കൂടെ പീസ്ഫുൾ ആക്കാൻ, അത് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ, കൺസിസ്റ്റൻ്റ്ലി ചെയ്യുമ്പോൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരാൾ പേഴ്സണലി അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത വിധം പ്രശ്നമാണെങ്കിൽ അയാളുടെ സപ്പോർട്ട് സിസ്റ്റത്തിന് ശരിക്കും ഇതിന് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പേരൻസിന് കിടക്കുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അവർക്കും ഒരു അഷ്വറൻസ് ആണ്. കാരണം ഈശോയുടെ നാമത്തിൽ ഈ ഒരു പേരൻസിൻ്റെ അധികാരം ഉപയോഗിച്ച് ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു രീതി. പിന്നെ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഉറക്കക്കുറവോ ഉറക്ക കൂടുതലോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നടക്കുന്നതോ ഈ പാരാസോമിനിയ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ ആവശ്യമാണ്, ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ തന്നെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡുകൾ കാണുന്ന പ്രേക്ഷകർക്കും ഇപ്പോൾ മനസ്സിലായി കാണും ഉറക്കം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, എത്രമാത്രം ആവശ്യമാണ്, മാനസിക ആരോഗ്യവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ ഒരു കരസ്പർശനം ഈ ഒരു മാനസിക ആരോഗ്യ രംഗത്ത്, ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട രംഗത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ഉറക്കം, നല്ലൊരു ഉണർവ്, നല്ല ഒരു മാനസികാരോഗ്യ സമഗ്രത എല്ലാവർക്കും ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോണയ്ക്കും ടിൻഡു സോണി മാമിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ ഇതേ സമയം ഇതേ ദിനത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നന്ദി.